നിങ്ങളുടെ കറക്റ്റ് ബ്രാ സൈസ് കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെടാണോ, അതല്ലെങ്കിൽ ബ്രാ സൈസ് കറക്റ്റ് ഏതാണെന്ന് അറിയില്ലേ, എങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബ്രാ സൈസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങളൊരു ബ്രാ മേടിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് മേടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ടീനേജേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ ആണ്. കൂട്ടത്തിൽ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബ്രാ സൈസ് കണ്ടുപിടിക്കാം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ ഇടുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഒത്തിരി പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്കും കൂടി ചെയ്യാം. നിങ്ങളുടെ ലൈക്സ് എനിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നമുക്കിനി എന്തായാലും വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്രായിൻ്റെ സൈസ് എങ്ങനെയാണ്, മെഷർമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഓരോരോ ബ്രായ്ക്കും ഓരോരോ സൈസുകളുണ്ട്. 32, 34, 36, 28 അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ സൈസുകളുണ്ട്. സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രാ ഇടുന്നത്. പിന്നെ ഈ സൈസുകളെല്ലാം തന്നെ ഈവൻ നമ്പറിലാണ് വരുള്ളൂ, ഓഡ് നമ്പറിൽ വരില്ല, ഈവൻ നമ്പറിലാണ് വരുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. പിന്നെ നമ്മൾ ബ്രാ സെലക്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് രണ്ട് മെഷർമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഫസ്റ്റത്തെ മെഷർമെൻറ്റ് വേണ്ടത് നമ്മുടെ അണ്ടർ ബെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണം. പിന്നെ മെഷർമെൻറ്റ് വേണ്ടത് നമ്മുടെ കപ്പിൻ്റെ മെഷർമെൻറ്റ് വേണം. ഈ രണ്ട് മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബ്രാ വാങ്ങിക്കണത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് രണ്ട് മെഷർമെൻറ്റ് എടുക്കാം. നമുക്ക് ഒരുമിച്ച് മെഷർമെൻറ്റ് എടുക്കാം. പിന്നെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ക്ലോത്ത്സ് ഒന്നും ഇല്ലാതെ മെഷർമെൻറ്റ് എടുക്കണതാണ് നല്ലത്. നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് ഒരു മെഷറിംഗ് ടേപ്പ് എടുത്ത് കറക്റ്റിന് ഫിറ്റ് ടു ഫിറ്റ് ആയിട്ട് വേണം എടുക്കാൻ. ടു മച്ച് ടൈറ്റ് ആവരുത്, ടു മച്ച് ലൂസ് ആവരുത്. അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു കംഫർട്ടബിൾ ഫിറ്റ് വരണത് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ ബസ്റ്റിൻ്റെ തൊട്ട് താഴത്തെ ഭാഗം വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു തൊട്ട് ഇവിടെ ഈ ഒരു ഭാഗം വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ട മെഷർമെൻറ്റ്, അപ്പോൾ ആ മെഷർമെൻറ്റ് എത്ര കിട്ടിയെന്നുള്ളത് എഴുതി വയ്ക്കുക. ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 31 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എഴുതി വയ്ക്കുക, അണ്ടർ ബസ്റ്റ് എന്ന് എഴുതിയിട്ട്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ട മെഷർമെൻറ്റ് നമ്മുടെ ഈ ഒരു ബസ്റ്റിൻ്റെ ഫുള്ളസ്റ്റ് പോർഷൻ്റെ മെഷർമെൻറ്റാണ് വേണ്ടത്. അതായത് ഏറ്റവും നമുക്ക് വലിപ്പം കൂടി തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്റ്റിന് വട്ടത്തിൽ തന്നെ എടുക്കണം കേട്ടോ, മേളോ താഴെയൊന്നും പോകരുത്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു പാരലായിട്ട് തന്നെ വരണം. പാരലൽ എന്നല്ലേ പറയുക? ഓക്കെ, അങ്ങനെ തന്നെ വരണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അത് എത്രയാണ് കിട്ടിയെന്നുള്ളത് ഇവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ എനിക്കിവിടെ 38 ആണ് കിട്ടിയിട്ടുള്ളത് മെഷർമെൻറ്റ്. എന്നിട്ട് നമ്മളിനി അറിഞ്ഞിരിക്കേണ്ടത് ഈ നമ്പറിൽ എല്ലാം ഈവൻ നമ്പർ ആയിരിക്കണം. ഇപ്പോൾ എൻ്റെ ഇവിടെ കിട്ടിയിട്ടുള്ളത് 31 അല്ലേ, അത് ഓഡ് നമ്പർ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈവൻ നമ്പർ ആക്കുക. അപ്പോൾ 32 ആക്കുക. ഒരു സൈസ് വലുതാക്കി ആക്കുക കേട്ടോ, അല്ലാതെ 31 കിട്ടുമ്പോൾ 30 ആക്കരുത്, 32 തന്നെ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് 33 കിട്ടിയാൽ 34 ആക്കാം, 35 കിട്ടിയാൽ 36 ആക്കാം. പിന്നെ 38 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇറ്റ്സ് ഈവൻ നമ്പർ, അപ്പോൾ അത് നമുക്ക് മാറ്റണ്ട. ഇനി ഇതിനകത്ത് നിന്ന് നമ്മുടെ ബ്രായിൻ്റെ സൈസ്, അതായത് ആ 30, 32, 34 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാ സൈസില്ലേ, ഇതിനകത്ത് ഏതാണ് ആ ബ്രാ സൈസ് വരണത്? 32. നമ്മുടെ അണ്ടർ ബസ്റ്റിൻ്റെ സൈസ് ഏതാണോ അതാണ് നമ്മുടെ ബ്രായിൻ്റെ സൈസ്. നിങ്ങൾ കുറേ പേര് ഞെട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾ ഇത്ര നാൾ ബ്രാസ് എടുത്തുകൊണ്ടിരുന്നത് തെറ്റായിട്ടുള്ള മെഷർമെൻറ്റാണ്. നമ്മൾ കറക്റ്റ് നമ്മുടെ നമുക്ക് ആ ഒരു ബസ്റ്റിന് അപ്ലിഫ്റ്റ് കിട്ടാനും നല്ല ഫിറ്റായിട്ടിരിക്കാനായിട്ടൊക്കെ നമ്മുടെ അണ്ടർ ബസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റാണ് വേണ്ടത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത് നമ്മളുടെ കപ്പ് സൈസ് എത്രയാണ്. ഈ കപ്പിനകത്താണ് വ്യത്യാസം വരുന്നത്. ചിലവരുടെ കപ്പ് സൈസ് ചെറുതായിരിക്കും, ചിലവരുടെ കുറച്ച് വലുതായിരിക്കും, ചിലവരുടെ കുറച്ചും കൂടി വലുതായിരിക്കും. അങ്ങനെ പല പല കപ്പ് സൈസുകൾ നമുക്ക് വരും. ഈ കപ്പ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ABCDDEF എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കപ്പിൻ്റെ സൈസുകളാണ്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികളിങ്ങനെ ചേച്ചി ശരിക്കും ഇങ്ങനെ ഈ ABCD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞങ്ങൾ 32, 34 അങ്ങനത്തെ സൈസ് മേടിക്കും. കടകളിൽ ഏതാണോ ഉള്ളത് 32A, 32B അല്ലെങ്കിൽ 32C, കടയിൽ ഏതാണോ ചേച്ചി തരണത് ആ കടയിൽ ചേച്ചി തരണത് അത് മേടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അങ്ങനെ മേടിക്കരുത്. കാരണം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല രസമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കറക്റ്റ് ഫിറ്റിനായിട്ടുള്ളത് തന്നെ മേടിക്കാം. അപ്പോൾ ആ ഒരു കപ്പ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ ഇപ്പോൾ കിട്ടിയിട്ടുള്ള 38-ൽ നിന്ന് ഈ കാണുന്ന 32 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടിയത്? 6 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 6 ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഈ നമ്പറിനകത്ത് എവിടെയാണ് വരണേന്നുള്ളത് നോക്കുക. അതാണ് കപ്പ് സൈസ് വരണത്. ഓക്കെ, നിങ്ങളുടെ കപ്പ് സൈസ് വരണത് ആ കാണുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കപ്പ് സൈസ് വേണം നിങ്ങൾ മേടിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ബ്രാ മെഷർമെൻറ്റ് എത്രയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത് D ആണ്, DD ആണ്, E ആണ്, F ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു കാര്യമില്ല, കടയിലൊന്നും ഇത് കിട്ടത്തില്ല. കടയിൽ ഈ സൈസിനുള്ളതില്ല. അതെന്താണോ? നമ്മളിവിടെ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളില്ലേ?
കടകളിൽ അത്രയും സൈസസ് ഉള്ളത് കടയിൽ കിട്ടാനായിട്ട് വലിയ പാടാണ്. അതല്ലെങ്കിൽ നല്ല വലിയ ബ്രാൻഡ്സിൽ എനിക്ക് മാർക്ക് ആൻഡ് സ്പെൻസറിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ വലിയ ബ്രാൻഡ്സുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അതല്ലാതെ നമ്മൾ നോർമൽ നമ്മുടെ കടകളില്ലേ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ABC ഈ മൂന്ന് കപ്പ് സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 3 കപ്പ് സൈസ് നമുക്ക് കറക്റ്റിന് ഉണ്ടാവില്ല. അതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്ലക്കോന്ന് കൊണ്ട് ചാടി കിടക്കും. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്പില്ല് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഷർട്ടൊക്കെ ഇടുമ്പോണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും. അതാണ് പ്രശ്നം. ഇവിടെ കറക്റ്റായിട്ട് വരും, പക്ഷേ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും. കറക്റ്റിന് ആ ഒരു ഫിറ്റിന് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ലാർജ് കപ്പ് കിട്ടിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ആദ്യമേ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് നോക്കുക ഒരു ബ്രാൻഡിൽ നിന്ന്. എന്നിട്ട് അത് നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റാണോ മാച്ചിങ് ആവണുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. അതാണ് നല്ലത്. ഇങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ ഇങ്ങനത്തെ ഇത് കുറേ നാൾ കഴിയുമ്പോൾ എന്തായാലും വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിൽ എന്തായാലും ബ്രാക്ക് ഇത്രയും കപ്പ് വെറൈറ്റീസ് ഉള്ളതൊക്കെ നമ്മുടെ നോർമൽ കടകളിലൊക്കെ വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് മേടിക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴേക്ക് ഞാൻ 5 ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാം. ഈ ബ്രാൻഡിനകത്ത് അത്യാവശ്യം ഒരുപാട് സൈസസ് ഉണ്ട്. അല്ലാത്തുള്ള ബ്രാൻഡുകളിലൊക്കെ കുറവാണ്. ഇതൊക്കെ ഈ ബ്രാൻഡുകളിൽ നിന്നെല്ലാം തന്നെ ഞാൻ മേടിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റത്തെ ബ്രാൻഡ് വന്നിട്ട് ഈ ഒരു നൈക്കയുടെ ബ്രാൻഡുണ്ട്, NYKD എന്നാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ പേര്. അതിൻ്റെ ബ്രയിൽ ഒരുപാട് സൈസ് വെറൈറ്റീസ് ഉണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതും കൂടിയാണ്. നമുക്ക് എല്ലാ ബോഡി ടൈപ്പ് ഉള്ളവർക്കും സെലക്ട് ചെയ്യാനായിട്ട് ഒരെണ്ണം അവിടെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തത് സിവാമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ സിവാമിയിലും ഒരുപാട് സൈസ് വെറൈറ്റിയിലുള്ള ബ്രാസ് അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് ക്ലോവിയ. ഈ ക്ലോവിയയും കേട്ടിട്ടുണ്ടാവും. ക്ലോവിയയിലും ഒരുപാട് ബ്രായ്ക്ക് ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് സൈസസ് അവൈലബിൾ ആണ്. ഇനി അടുത്തത് ഈ ഒരു എനാമർ എന്നാണ് തോന്നുന്നുണ്ട് പ്രൊണൗൺസ് ചെയ്യണം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ആമസോണിൽ നിന്ന് മേടിച്ച് നോക്കിയിട്ടുണ്ട്. ഇവർക്കും ഒരുപാട് സൈസ് വെറൈറ്റീസ് ഉണ്ട്. F, E അങ്ങനെയുള്ള സൈസ് വെറൈറ്റീസ് ഒക്കെ ഇവർക്കും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ മാർക്സ് ആൻഡ് സ്പെൻസറിന് മേടിക്കാം. അത് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ജോക്കിയിലൊന്നും ഇത്രയും സൈസ് വെറൈറ്റീസ് ഇല്ല. അപ്പോൾ ഈ കാണുന്ന 5 ബ്രാൻഡുകളിൽ ഓൾമോസ്റ്റ് കുറേ സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കി മേടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ചിലവർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഈ Cയും അതുപോലെ Dയും തമ്മിൽ വലിയ വ്യത്യാസം വരുമോയെന്ന്. കാണുമ്പോഴേക്കും ഇല്ലെങ്കിൽ ഒത്തിരി വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമ്മൾ ഇത്രയും നാളിങ്ങനെ ഇത്രയും വെയിറ്റ് കൊണ്ട് നമ്മൾ നടക്കുമായിരുന്നു എന്ന് ഫീൽ ചെയ്യും. ഈ കപ്പ് സൈസ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് ഫീൽ ചെയ്യില്ല, കംഫർട്ടബിൾ ആയിട്ടുണ്ടാകും. അതാണ് കേട്ടോ മെയിനായിട്ടുള്ള വ്യത്യാസം. വലിയ തോതിലെ വ്യത്യാസമല്ല, പക്ഷേ ചെറിയ വ്യത്യാസമാണ്. അത് എനിക്ക് ഭയങ്കര വലുതായിട്ടാട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ബ്രാ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓൾറെഡി ഇപ്പോൾ 10 മിനിറ്റായി. ഇത് തന്നെ എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുള്ളതുകൊണ്ടാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ് ആയി പോകണത്. നിങ്ങൾ കപ്പി ചായക്ക് എടുത്ത് വെച്ചിട്ട് കാണുക, കുറച്ചും കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. പിന്നെ ഇനി അടുത്തത് ടിപ്പ് വന്നിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് സൈസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. സിസ്റ്റർ സൈസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 32D ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്, നിങ്ങളുടെ ബാൻഡ് സൈസ് കറക്റ്റാണ്. അതായത് അണ്ടർ ബാൻഡ് നമുക്ക് കറക്റ്റിന് ഇങ്ങനെ ഹുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ആ കറക്റ്റിന് ഫിറ്റിനാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് സ്പില്ലേജ് ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ടൂ മച്ച് ടൈറ്റ്, അത് ഇവിടം വരെ കയറിയിരിക്കും നിങ്ങളുടെ കപ്പ്. ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് നിങ്ങളുടെ കപ്പ് ഇരിക്കണം. എന്ന് വെച്ചാൽ കപ്പ് സൈസ് വലുതാണ്. അപ്പോൾ നിങ്ങൾ കപ്പ് സൈസ് ചെറുതാക്കുക. അതായത് ഈ 32 ബാൻഡ് സൈസ് മാറ്റി 34 മേടിക്കരുത്. മിക്കവരും അങ്ങനെയല്ലേ, എന്താ കപ്പ് കറക്റ്റ് ആവണില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി നെക്സ്റ്റ് സൈസിലോട്ട് പോകും. 34A B അങ്ങനെ എന്തെങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ 32ൽ തന്നെ D വേണ്ട, അപ്പോൾ നിങ്ങൾക്ക് C എടുക്കാം. ഓക്കെ, നിങ്ങളുടെ കപ്പിന് വ്യത്യാസം ഉണ്ടെങ്കിൽ. ഇനി നിങ്ങൾ നിങ്ങളുടെ അണ്ടർ ബാൻഡ് കുറച്ച് ടൈറ്റാണ്, നിങ്ങൾക്ക് ഇടുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യണം. എങ്ങനെയാണ് ടൈറ്റായിട്ട് ഫീൽ ചെയ്യണത് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ഫിംഗർ എടുക്കുക, 2 ഫിംഗർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു 2 ഫിംഗർ ഈസി ആയിട്ട് കയറുന്നുണ്ടോ എന്ന് നോക്കാം. ഭയങ്കര നമ്മൾ കഷ്ടപ്പെട്ട് കയറ്റിയൊക്കെ അല്ല, അല്ലാണ്ട് നിങ്ങൾ കയറ്റുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ 2 ഫിംഗർ കയറാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അതല്ല 2 ഫിംഗറിനേക്കാൾ ഇനി സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൂസായിരിക്കും. പിന്നെ 2 ഫിംഗർ കയറാൻ നല്ല പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കൈ ഇങ്ങനെ പൊക്കി നോക്കുക. കൈ പൊക്കി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റിന് നമ്മുടെ ഈ ഒരു ബാൻഡ് ഫിറ്റ് ചെയ്ത് നിൽക്കണം. ബാൻഡും നമ്മൾ കൈ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൂസായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 32 എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 34 നോക്കാം. ഓക്കെ, 34 അത് നിങ്ങളുടെ കപ്പ് സൈസ് D കറക്റ്റ് എത്രയാണെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈസ് മേടിക്കുക. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത്
തൊട്ടടുത്തുള്ള സൈസുകൾ ഏതായിരിക്കും നിങ്ങൾക്ക് സൂട്ടബിൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രായിൽ ഒരുപാട് വെറൈറ്റി ബ്രാകളുണ്ട്. അതായത് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീഷർട്ട് ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടീഷർട്ട്സിനകത്തൊക്കെ ഇടാം. ഇങ്ങനെ വലിയ വരകളോ ഇല്ലെങ്കിൽ കുത്തുകളോ അങ്ങനെ ഭയങ്കര ഇങ്ങനെ എന്താ നമുക്ക് വെളിയിൽ നോക്കുമ്പോഴേക്കും നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും നമ്മൾ ഈ ടീഷർട്ട് ബ്രാ നമ്മൾ ഡ്രസ്സിൻ്റെ അകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്തത്തെ ഒരു ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കവറേജ് ബ്രാ. ഇത് നിങ്ങൾക്ക് ഹെവി ബെസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഫുൾ കവറേജ് കിട്ടാൻ ഇവിടെ മുതലേ ഇങ്ങനെ കവറായിട്ട് വരുന്ന നല്ലോണം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നല്ലൊരു അതിനൊന്ന് അപ്ലിഫ്റ്റ് ഒക്കെ ചെയ്ത് നിർത്താനും മൊത്തത്തിൽ നമുക്ക് എവറി ഡേ ഇടാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഫുൾ കവറേജിലുള്ള കോട്ടൺ ബ്രാസ്. അപ്പോൾ അങ്ങനെ ഫുൾ കവറേജിലുള്ള ബ്രാസ് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷപ്പ് ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലീവേജ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ തമ്മിൽ മുട്ടി നല്ല ഭംഗിക്ക് സിനിമയിലൊക്കെ കാണത്തില്ല, അതേപോലെ നല്ല ഭംഗിയുള്ള ക്ലീവേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പുഷപ്പ് ബ്രാസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒരുപാട് വെറൈറ്റി ഓഫ് ബ്രാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി നമ്മുടെ വീഡിയോ വലുതാക്കി വീണ്ടും ഞാൻ പറഞ്ഞു വലുതാക്കാനുള്ള നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രാസ് ഉണ്ട് ഓരോരോ ഡ്രസ്സുകൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എവറി ഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീഷർട്ട് ബ്രാസ് നല്ലതായിരിക്കും, ഫുൾ കവറേജ് ബ്രാസ് നല്ലതായിരിക്കും. പിന്നെ അടുത്തത്തെ ടിപ്പ് വന്നിട്ട് നിങ്ങളുടെ ബ്രാ ഫിറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പ്, പക്ഷേ ഞാൻ ഇതിന് മുമ്പേ അത് ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ 2 ഫിംഗർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കൈ പൊക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മുടെ ഈ ഒരു കപ്പ് സൈസ് വന്നിട്ട് നമ്മുടെ ബസ്റ്റിനെ നല്ലോണം ഫില്ല് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര കവറായിട്ട് മൊത്തത്തിൽ മൂടി നിൽക്കുക എന്നുള്ളതല്ല, പക്ഷെ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവണം. ബാൻഡ് സൈസ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഇങ്ങനെ മേലോട്ട് കയറിപ്പോരുത്. ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഇതേപോലെ നിങ്ങൾ മേലോട്ട് നിങ്ങളുടെ ബാൻഡ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാൻഡ് ലൂസ് ആണെങ്കിലാണ് അങ്ങനെ മേലേക്ക് കയറി പോകാം, ടൈറ്റ് ആണെങ്കിലും കയറി പോകാം. പക്ഷേ നിങ്ങളുടെ കറക്റ്റ് സൈസ് അല്ലെങ്കിലാണ് അങ്ങനെ കയറി പോകുന്നത്. എപ്പോഴും നമ്മളുടെ ബാൻഡ് സൈസ് കറക്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറക്റ്റിന് നിന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ടുള്ള ബാൻഡ് സൈസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഷോൾഡറിൻ്റെ ഈ സംഗതി, ഈ ഷോൾഡർ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നമുക്കിവിടെ റെഡ് കളറോ ഇല്ലെങ്കിൽ പൊട്ടുവോ ഇല്ലെങ്കിൽ ചുവന്ന് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഇങ്ങനെ അമുങ്ങിയിരിക്കുമോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഭയങ്കര ലൂസും അല്ല, അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റ് ആയിരിക്കണം. അതായത് ഈ ഷോൾഡർ ഒരു വള്ളി വരുന്നുണ്ട്, ഭയങ്കര ആയിരിക്കരുത്, ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ മറിഞ്ഞ് വീഴരുതോ അങ്ങനെയും ചെയ്യരുത്. ഓക്കെ, കറക്റ്റിനായിരിക്കണം ഈ ഷോൾഡറിൻ്റെ ഈ വള്ളി ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ബ്രാ ഇട്ടതിന് ശേഷം നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നോക്കുക. നിങ്ങളൊന്ന് ചാടി നോക്കുക, ചാടുമ്പോഴേക്കും ഭയങ്കര ബൗൺസി ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റിന് കപ്പ് സൈസ് കറക്റ്റ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ ചാടുമ്പോഴേക്കും ബൗൺസി ആവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെന്താ കൈ ഒന്ന് പൊക്കി നോക്കുക. കൈ പൊക്കുമ്പോൾ ഈ ബ്രായിൻ്റെ ഈ സാധനം കൂടി പൊങ്ങി വരുന്നുണ്ടോ നോക്കുക. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അങ്ങനെയൊക്കെ ഫുള്ള് നിങ്ങൾ ഒന്ന് കംഫർട്ടബിൾ ആണ്. നമ്മളെപ്പോഴും ബ്രാ ഇടുമ്പോഴേക്കും നമ്മൾ ഒന്നും ഇട്ടിട്ടില്ലാതെ നടക്കുന്ന പോലത്തെ ഒരു ഫീൽ വരണം. ഓക്കെ, ആ ഒരു ഫീൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റിന് നിങ്ങൾ ഇട്ടിട്ടുള്ള ബ്രാ. നമുക്ക് ബ്രാ എപ്പോഴും നമ്മളുടെ കംഫർട്ടബിൾ ആക്കി നിർത്താനും നമുക്കൊരു വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ബസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് ഒരു മുമ്പോട്ടേക്ക് ഒരു കനം വരാണ്. അപ്പോൾ ആ കനം ഇല്ലാതെ നല്ലോണം ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നടക്കണ പോലത്തെ ഒരു ഫീൽ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ബ്രായാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സൈസ് 32DD എന്നുള്ളത് കിട്ടി. നിങ്ങൾ ഇത്രയും നാൾ മുമ്പ് വരെ 34 അല്ലെങ്കിൽ 32 ABC ഏതെങ്കിലുമൊക്കെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ 32D ട്രൈ ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റാണ് എന്നാൽ ഇത്തിരി ഒരു കംഫർട്ടബിൾ ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സൈസ് കറക്റ്റ് അല്ലെന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതെനിക്ക് കറക്റ്റ് സൈസ് അല്ല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ പല ബ്രാൻഡുകളിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ അങ്ങനെ ആയിരിക്കും, എന്ന് വെച്ചാൽ വേറെ ബ്രാൻഡിൻ്റെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ പല ബ്രാൻഡുകളുടെ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഈ ഒരു ബ്രാൻഡിലായിരിക്കും കറക്റ്റ് നമുക്ക് ആ ഒരു കംഫർട്ടബിൾ അല്ലാത്തത്. ചിലപ്പോൾ അവരുടെ മെഷർമെൻറ്റ് കുറച്ചുകൂടി ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പല ബ്രാൻഡുകൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത ടിപ്പ്, നിങ്ങൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള ബ്രാ മേടിക്കുക. തീരെ വില കുറഞ്ഞിട്ടുള്ള ബ്രാ മേടിക്കാണ്ടിരിക്കുക. കാരണം ഇത് നമ്മളുടെ ഇന്നർ അല്ലേ, നമ്മളുടെ സ്കിന്നുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന സാധനമായതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിക്കുക. നമുക്ക് ഇടുമ്പോൾ സുഖമായിട്ടുള്ളതും അത് ഏറ്റവും ബെറ്റർ കോട്ടൺ ആണ് കേട്ടോ. കോട്ടൻ്റെ മേടിക്കുക. നല്ല ഒരു എയർ സർക്കുലേഷനൊക്കെ ഉള്ള, നമുക്കിങ്ങനെ ഒട്ടും ഒരു ചൊറിച്ചിലോ ഭയങ്കര ചുവന്ന് വരുമോ അങ്ങനെയൊന്നും ചെയ്ത് കറക്റ്റിന് ഫിറ്റായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് രസമുണ്ടാവും നമ്മൾ ഇടുമ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ളത് തന്നെ നിങ്ങൾ മേടിക്കുക. നല്ല ക്വാളിറ്റി ഉള്ളത് വേണം നോക്കി മേടിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾ
തുടക്കക്കാരായതുകൊണ്ട് തന്നെ ന്യൂഡ് ബ്രാ മേടിക്കുക, ഒരു വൈറ്റ് ബ്രാ മേടിക്കുക, ഒരു ബ്ലാക്ക് ബ്രാ മേടിക്കുക. ഈ 3 കളേഴ്സ് മേടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണിച്ചാൽ മഞ്ഞയും പച്ചയും കളർ, മിക്സ്ഡ് കളറോ റെയിൻബോ കളറോ ഒക്കെ മേടിക്കുക. പക്ഷേ ഫസ്റ്റ് മേടിക്കുമ്പോൾ ഈ 3 കളേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ 3 കളേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ അണ്ടർനീത് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെഡ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സുകളുടെ കൂടെ ഇപ്പോൾ വെള്ളയുടെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡ് നല്ലോണം എടുത്തിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 3 കളേഴ്സിലെ ബ്രാ വേണം നിങ്ങൾ ആദ്യമേ തന്നെ മേടിക്കാൻ പോകുമ്പോഴേക്കും മേടിക്കാൻ. പിന്നെ നിങ്ങളിപ്പോൾ തുടക്കക്കാരാണ്, ഫസ്റ്റ് പോയി മേടിക്കാന്നുണ്ടെങ്കിൽ വയറുള്ള ബ്രാ ഒന്നും മേടിക്കാണ്ടിരിക്കുക. വയേർഡ് ഉള്ളതോ അതുപോലെ കപ്പുള്ളതോ, അതായത് എക്സ്ട്രാ പാഡല്ല ഇതില്ലേ, അങ്ങനെ എക്സ്ട്രാ പാഡുള്ളതോ കപ്പുള്ളതോ ഒന്നും മേടിക്കാണ്ടിരിക്കുക. നോർമൽ ആയിട്ടുള്ള ബ്രാ മേടിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ബ്രാ യൂസ് ചെയ്യുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വയേർഡ് ബ്രായൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം മേടിക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ പോയിട്ട് ഇങ്ങനത്തെ വയേർഡ് ബ്രാസോ പാഡഡ് ബ്രാസുകളൊന്നും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാ വേണം മേടിക്കാനായിട്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ടിപ്പ് വന്നിട്ട് ബി പേഷ്യൻറ്റ്. നമ്മൾ കുറച്ച് ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്ത് കുറേ നാൾ ഇങ്ങനെ ചിലപ്പോൾ കറക്റ്റ് കിട്ടില്ല, ചിലപ്പോൾ കറക്റ്റ് കിട്ടും. അങ്ങനെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ബ്രാ സൈസ് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഓരോരുത്തരുടെയും ബസ്റ്റിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും. ചിലവരുടെ ഒരെണ്ണം ചെറുത് വലുതായിരിക്കും, ചിലവരുടെ താഴത്തോട്ടിരിക്കുന്നതായിരിക്കും, ചിലവരുടെ മേലൊക്കെ ആയിരിക്കും, ചിലവരുടെ ഉരുണ്ടിട്ടായിരിക്കും, ചിലവരുടെ നീണ്ടിട്ടായിരിക്കും. പല വെറൈറ്റിയിലുള്ള ബസ്റ്റുകളുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പല പല ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള ബോഡി ഷേപ്പുള്ള ആളുകളാണ്. ചിലവർ പിയർ ആയിരിക്കും, ചിലവർ പിയർ ആപ്പിൾ ആയിരിക്കും, ചിലവർ അവർ ഗ്ലാസും പിയറും മിക്സ് ആയിരിക്കും. അങ്ങനെ പല പല കോമ്പിനേഷൻ ഓഫ് ബോഡി ടൈപ്പുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ബ്രാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നതല്ലോ, നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും കറക്റ്റിന് തന്നെ ഒരു ബ്രാൻഡിൽ തന്നെ സൂട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ പല പല ബ്രാൻഡ് ട്രൈ ചെയ്യുക, പല പല സൈസുകൾ ട്രൈ ചെയ്യുക, അങ്ങനെ കുറേ ട്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള ബ്രാ സൈസ് ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിക്കണേ. എനിക്ക് 28 വയസ്സായപ്പോഴാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ഇഷ്ടംപോലെ സമയമുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കറക്റ്റായിട്ടുള്ളത് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടുനോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ടൂ മച്ച് കൺഫ്യൂഷനാണ്. നമുക്ക് പല 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 അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ വന്നിട്ട് ഏതാണ് കറക്റ്റ് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ എന്നെക്കാളും വലിയ സൈസിലുള്ള ബ്രാ ഞാൻ മേടിക്കണേ. പക്ഷെ അത് മേടിക്കുമ്പോൾ കംഫർട്ടബിൾ ആണോ, നല്ല കംഫർട്ടബിളാണ്, പക്ഷെ സാഗി ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. എൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. എനിക്കിങ്ങനെ സാഗി ആയിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു വെയിറ്റ് എനിക്ക് നെഞ്ചിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ഒരു വെയിറ്റ് ആയിട്ട് ഇങ്ങനെ തോന്നാനായിട്ട് തുടങ്ങി. പക്ഷെ അത് നോർമൽ അല്ലെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് ഞാൻ ഇട്ടപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ കപ്പ് സൈസ് കറക്റ്റായിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ബ്രാ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഫീൽ ഉണ്ടാവണമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം ചാടുവാണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ബ്രാൻ്റെ അത്രയും കറക്റ്റായിട്ട് ഇതുണ്ടാവില്ല, എന്നാലും നമുക്കിങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ടൂ മച്ച് ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ടീനേജ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് എന്ത് വീഡിയോ കാണണം താല്പര്യം എന്നുള്ളതും കൂടി നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മളിനി അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതാണ്, ഞാൻ പ്രോമിസ് ചെയ്യാണ്ട്. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇത്തിരി കുറവായിരുന്നില്ലേ, ഇനിയിപ്പോൾ നല്ല യൂസ്ഫുൾ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ, ബൈ ബൈ.